ചോറോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടിയും ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റും നൽകി. സ്റ്റാർ ഇന്ത്യ സ്ട്രാറ്റജിക് അഡ്വൈസർ കെ മാധവന്റെ പിതാവ് ശങ്കരൻ നമ്പ്യാരുടെ സ്മരണയ്ക്കായി രൂപീകരിച്ച ശങ്കരൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണക്കോടിയും കിറ്റുകളും നൽകിയത്. ചോറോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു ഉദ്യമം നമ്മളെ പാലിയേറ്റീവ് പ്രവർത്തനം ഈ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നത് ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഇത്തരം വ്യക്തികളിലൂടെയാണ്. ശരിക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ നമ്മളിപ്പോ എല്ലാവരോടും അങ്ങോട്ടേക്ക് ഒരു പൈസക്ക് എന്താ കാര്യത്തിന് നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു വില പേശുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഒരു സഹകരണം ഉണ്ടാകുക. പക്ഷെ ആ മഹാ വ്യക്തി എന്ന് പറയുന്ന മാധവേട്ട ശരിക്ക് ഞാൻ പറഞ്ഞ പിന്നെ ഒന്ന് കാണാനാ പോയത്, ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല പോയത്, നേരിട്ടിട്ടൊന്ന് കാണാമെന്ന് മാത്രമുള്ള ഉദ്ദേശത്തോടു കൂടിയാ പോയത്. ആ പോയ സമയത്ത് ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പാലിയേറ്റീവിന്റെ കിറ്റ് വിതരണത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുപോലെ ഇപ്പം നമുക്ക് പൈസ എല്ലാം സാധനത്തിന് 20 രൂപ, അരിക്കെല്ലാം നല്ലോണം വില കൂടിയില്ല, എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്, പഴയ രീതിയിലല്ല. അപ്പൊ വില വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ പൈസ കൊണ്ട് നമുക്ക് കിറ്റ് കൊടുക്കാൻ പറ്റൂല എന്നുള്ള പറയുന്ന സമയത്ത് തന്നെ അവരിങ്ങോട്ടേക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? ശരിക്കും അങ്ങനെ ഒരാൾ ചോദിക്കൂല, നിങ്ങൾക്ക് എത്രയാ വേണ്ടത്, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വേണോന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ കൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ നല്ലതേനും. ഇപ്പൊ പ്രസാദും പറഞ്ഞേ ഞങ്ങൾ 1 ലക്ഷത്തിനേനും കൊടുത്തിട്ടില്ല. 1 ലക്ഷത്തിനേനും കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന ആ സ്പോട്ടിൽ തന്നെ അവര് ഇതാ ഞാൻ 1 ലക്ഷം ആക്കി തന്ന്, നിങ്ങൾക്ക് 1 ലക്ഷം ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ എന്താ വെച്ചാൽ അത്രയും വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പാലിയേറ്റീവിന്റെ ഉദ്ഘാടനം ഇങ്ങനെയുള്ള മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് ഈ പാലിയേറ്റീവ് സംഗമം നടത്താനും. ഇങ്ങനെ കിടപ്പിലുള്ള നമ്മളെ പഞ്ചായത്തിൽ തന്നെ 123ഓളം കിടപ്പ് രോഗികളുണ്ട്. ഈ 123ഓളം കിടപ്പ് രോഗികളിൽ നമ്മൾ ഓരോ വീട്ടിലേക്കും പോകുന്ന സമയത്തും അതും അവർക്ക് വേണ്ട പരിചരണം ചെയ്യുന്ന സമയത്തും നമുക്കൊരു പഞ്ചായത്തോ ഒരു ഗവൺമെന്റോ വിചാരിച്ചാൽ മാത്രം ഈ സംവിധാനത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഇവരെ പോലെയുള്ള അത്രയും നല്ല മനസ്സിന്റെ ഇപ്പം പാവട്ട നേരത്തെ പറഞ്ഞു ശരി തന്നെയാ, പൈസ ഉള്ള ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ മുന്നിലുണ്ട്. പക്ഷെ പൈസ ഉള്ളത് കൊണ്ട് കാര്യമില്ല, അത് കൊടുക്കാനുള്ള ഒരു മനസ്സുകൊണ്ടാണോ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ആ പിന്നെ മാധവേട്ടനെ കണ്ടിറങ്ങി ആ സ്പോട്ടിൽ മുതൽ ഞാൻ എന്തെന്നാ ചിന്തിക്കുന്നത്, ഇവർക്ക് ഇഷ്ടം പോലെ പൈസ എന്നുണ്ടാണ് സത്യം. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും വരെ പിന്നെ സമ്പാദ്യം വളർന്നു വരണം എന്നുവെച്ചാൽ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെ നമ്മളെ അനുഭവിക്കുന്ന ഇപ്പൊ ഈ കിറ്റും കൊണ്ട് ഓരോ വീട്ടിലും ചെല്ലുന്ന സമയത്ത് ഈ വീട്ടുകാരും അവർക്ക് വേണ്ടിയിട്ടാ സ്തുതിക്കുക. എന്നുവെച്ചാല് ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലാണ്ട് അല്ലാണ്ട് എന്താ വെച്ചാൽ നമ്മളെ 123 രോഗികളിൽ എല്ലാവർക്കും നമ്മൾ കിറ്റ് കൊടുക്കുന്നില്ല. അത്രയും അർഹതപ്പെട്ട തീരെ പാവപ്പെട്ട ആൾക്കാർക്കാണ് നമ്മൾ കിറ്റ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ഓണക്കോടിയും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാർ വളർന്നു വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ കൊടുക്കാൻ തയ്യാറാകുന്നത്, അല്ലാണ്ട് പൈസ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അങ്ങനെ കൊടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഈ ബഡ്സ് സ്കൂളിനായിക്കോട്ടെ പാലിയേറ്റീവിനായിക്കോട്ടെ ഇങ്ങനെയുള്ള നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ മേഖലയെല്ലാം ഈ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ്. 8 വർഷത്തോളമായി എല്ലാ ഓണക്കാലത്തും നിർധനരായ രോഗികൾക്ക് ട്രസ്റ്റ് വക ഓണക്കോടിയും കിറ്റും നൽകി വരുന്നുണ്ട്. ട്രസ്റ്റ് നടത്തിവരുന്ന നിരവധി ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പ്രവർത്തനവും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ട്രസ്റ്റ് സന്നദ്ധമാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ശങ്കരൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി PC ബാലറാം അധ്യക്ഷത വഹിച്ചു. നമ്പ്യാർ സ്മാരക ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായി നമ്മളിവിടെ ട്രസ്റ്റിൻ്റെ വക നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചോറോടിൻ്റെ നാനാഭാഗങ്ങളിൽ ചെയ്തു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പറയാനുള്ളത് നമ്മുടെ ചോറോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ പഠനം 11 ക്ലാസ് വരെയുള്ള കമ്പ്യൂട്ടർ പഠനത്തിനുള്ള കമ്പ്യൂട്ടർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്രസ്റ്റാണ് അവിടെ ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു അന്ന് ഈ ട്രസ്റ്റ്, അത് പിന്നെ കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. അതേമാതിരി നിരവധി ഒരു 10-15ഓളം ആൾക്കാർക്ക് ആർട്ട് സർജറി നടത്തി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേമാതിരി 4 മുതൽ 10ാം ക്ലാസ് വരെ നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അവർ ഇന്ന് ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാമധേയത്തിലാണ് ഈ ട്രസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടത് ആവശ്യമില്ല. എന്നാലും പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളൊരു ഉടമക്ക്
നമുക്ക് എല്ലാവരും പിന്നെ നമ്മുടെ നാട്ടിൽ പൈസക്കാർ ധാരാളമുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമ നമുക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത വിനോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുശ്രീ CV, വാർഡ് മെമ്പർ KM അഷ്കർ മാസ്റ്റർ, ട്രസ്റ്റ് അംഗങ്ങളായ ഡോക്ടർ ശശീന്ദ്രൻ T, വിവേക് V എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുനേഷ് SN സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് സജിന KV നന്ദിയും പറഞ്ഞു.